ഞങ്ങളങ്ങനെ രാവിലെ മുത്തങ്ങാവഴി കുണ്ടൽപ്പെട്ട് പോകാനായിട്ട് ഇറങ്ങിയതാണ്. ഭയങ്കര മഴയും വെള്ളപ്പൊക്കവും ഒക്കെ ആയതുകൊണ്ട് വണ്ടി അങ്ങോട്ട് വിടുകയില്ല. ചെക്ക് പോസ്റ്റിൻ്റെ അവിടെ അടച്ചു വെച്ചേക്കുവാണ് പറഞ്ഞു. എന്തായാലും പോയി നോക്കാം. കുണ്ടൽപ്പെട്ടിൽ സൂര്യകാന്തിയുടെ സീസണാണ് ഇപ്പം. അത് കാണാനായിട്ട് ഞങ്ങൾ ഇങ്ങനെ പോവുകയാണ്. നല്ല അടിപൊളി വ്യൂ ആണ്. രാവിലെ തന്നെ നല്ല മഴയൊക്കെ ആയിരുന്നു. ഇപ്പം കുറഞ്ഞ എല്ലാം വെള്ളമൊക്കെ കയറി ഇറങ്ങിക്കൊണ്ടിരിക്കുന്ന സമയമാണ്. അവിടുത്തെ അവസ്ഥ എങ്ങനെയാണെന്ന് നമുക്കറിയത്തില്ല. അടിപൊളി മുത്തങ്ങ ചെക്ക് പോസ്റ്റാണ്. മുത്തങ്ങ ചെക്ക് പോസ്റ്റ് അങ്ങനെ നമ്മൾ മുത്തങ്ങ ചെക്ക് പോസ്റ്റ് കഴിഞ്ഞ് ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ്. മുത്തങ്ങ GST കാരൊക്കെ കിടപ്പുണ്ട്. അടിപൊളി റംബൂട്ടാൻ ഇരിക്കുന്നു. റംബൂട്ടാൻ ഇങ്ങനെ നമ്മൾ ഈ കാട്ടിലൂടെ കൂടല്ലൂർ വരെ ഇങ്ങനെ പോവുകയാണ്. ഈ നല്ല മൃഗങ്ങളൊക്കെ കണ്ട് നല്ല അതിമനോഹരമായ കാഴ്ചകളൊക്കെ കണ്ട് ഇങ്ങനെ പതുക്കെ പോവാം. ചെക്ക് പോസ്റ്റ് അടച്ചു വെച്ചേക്കുന്നതുകൊണ്ട് ഞങ്ങൾ വേറൊരു വഴി ചാടി പോകാനായിട്ട് പോകണം. ചെക്ക് പോസ്റ്റ് ഈ റോഡിൽ വെള്ളം കയറിയതുകൊണ്ട് ചെക്ക് പോസ്റ്റെല്ലാം അടച്ചു വെച്ചേക്കുവാണ്. എന്നിട്ട് ഞങ്ങൾ ഊട്ടി റോഡിലൊന്ന് കറങ്ങി ഗൂഡല്ലൂർ വഴി തിരിച്ചു പോകാനായിട്ട് വണ്ടി തിരിച്ച് ഈ റോഡിൽ പോവാണ്. ഇവിടെ എല്ലാം ഭയങ്കര വെള്ളപ്പൊക്കമായിരുന്നു. വെള്ളം പൊങ്ങി ഇറങ്ങിയതാണ്. എന്നാലും ഞങ്ങൾ വയനാട്ടിൽ കുടുങ്ങിയിരിക്കുകയാണ്. ഞങ്ങൾ ഇങ്ങനെ മുത്തങ്ങ വഴി വണ്ടി വിടത്തില്ലാത്തതുകൊണ്ട് ഞങ്ങൾ ഗൂഡല്ലൂർ ഊട്ടി റോഡിൽ ചാടി ഗൂഡല്ലൂർ പോവുകയാണ്. നല്ല അടിപൊളി കാഴ്ചകളിലേക്ക് ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ്. സൂപ്പർ പാടങ്ങളെല്ലാം കണ്ടോ? വെള്ളം കയറി നാശമായി കിടക്കുകയാണ്. അടിപൊളി ഫുള്ള് വെള്ളമായിരുന്നു. ഇവിടെ എല്ലാം വെള്ളം ഇറങ്ങിയ കാഴ്ചയിലാണ് ഞങ്ങളിങ്ങനെ ഇതിലിങ്ങനെ കറങ്ങുകയാണ്. പോട്ടെ ചെക്ക് പോസ്റ്റിൽ ആളില്ല, ആരും കണ്ടില്ല. വിട്ടോ. അപ്പം ഞങ്ങളിങ്ങനെ ഗൂഡല്ലൂർ ചെക്ക് പോസ്റ്റിലേക്ക് കടന്ന് തമിഴ്നാട് ഊട്ടി റോഡാണിത്. ഊട്ടി റോഡിലൂടെ ഇങ്ങനെ നമ്പ്യാർകുന്ന് നൂൽപ്പുഴ ചിരാൽ. ഇപ്പം നമ്മൾ ഗൂഡല്ലൂരാണ് പോകുന്നത്. മറ്റേ റോഡ് ഇതായിട്ട് കിടക്കില്ലായിരുന്നു. അതിൽ വെള്ളം കയറിയിട്ട് അതിൽ വിടില്ലായിരുന്നു. അപ്പോൾ നമ്മൾ ഈ റോഡിലൂടെ പോകും. ഊട്ടി റോഡിലൂടെ പോയി ഗൂഡല്ലൂർ. ഈ റോഡിലായാലും എളിയ മൃഗങ്ങളൊക്കെ കൂടുതലുള്ള ഈ റോഡിൽ പറഞ്ഞാൽ ഈ റോഡിന് മറ്റേ റോഡ് തിരിയുന്നു. അവിടെ അപ്പം മൃഗങ്ങളൊക്കെ കണ്ട് നമുക്ക് ഇങ്ങനെ പോവാം. ഇതാണ് ആനക്കാടാണ്. ആനക്കാട് ഈ വഴി ഒരുപാട് ആനകളെ കാണാൻ പറ്റുന്നതാണ്. ഞങ്ങൾ ഇത്ര നേരമായിട്ടൊന്നും കണ്ടിട്ടില്ല. കാണാം എന്ന് വിശ്വസിക്കുന്നു. നല്ല രസമാണ്. നല്ല സൈലൻ്റ് ആയിട്ട് നല്ല തണുപ്പുണ്ട് ഇവിടെ. മറ്റേ റോഡ് ബ്ലോക്ക് ആയേക്കുന്നതുകൊണ്ട് വണ്ടികളെല്ലാം ഇതിലേ കയറി വരും. ചെറിയ വണ്ടികളെല്ലാം ഇങ്ങനെ ഞങ്ങൾ തപ്പിത്തടഞ്ഞിങ്ങനെ പോവുകയാണ്. ഇവിടെയാണോ ചെക്ക് പോസ്റ്റ്? ഇവിടെയാണോ അല്ലേ ചെക്ക് പോസ്റ്റ് ആണോ? ഇതൊരു ബോർഡ് കാണുന്നത്. മൈസൂർ 136, കോയമ്പത്തൂർ 161, ഊട്ടി ഗൂഡല്ലൂർ 28 കിലോമീറ്റർ ഉള്ളൂ ഇവിടുന്ന് ഗൂഡല്ലൂർ. പ്ലാസ്റ്റിക് പ്ലാന്റ്. ഈ റോഡിൽ പ്ലാസ്റ്റിക് പ്ലാന്റാണ്. ഇതുണ്ട്. ഇതൊരു ചെക്ക് പോസ്റ്റ് അല്ലേ? ഇവിടെ നിർത്തണോ? ചിലപ്പം ആരെയും കാണുന്നില്ല. പോലീസുകാരൊന്നും കാണുന്നില്ല. അപ്പോൾ അതൊക്കെ കയറി പോകും. അയ്യോ, ആരും ഇല്ലെന്തോ. ആരും കാണുന്നില്ല. ഒരാളിരിപ്പുണ്ട് അവിടെ. പ്ലാസ്റ്റിക് ഇട്ട് 1000 രൂപ ഫൈനുണ്ട്. വെളിയിൽ വണ്ടിക്കത്ത് കുഴപ്പമില്ല, പുറത്ത് കളയായിരുന്നു. അവർക്കോ? ഇല്ല, അവർക്ക് കാട്ടില് അത് കണ്ടോ അടിപൊളി തനിക്ക്.
അടിപൊളി അടിപൊളി. ഗുണ്ടൽപ്പെട്ടിൽ നിന്ന് ഇതിപ്പോ എങ്ങോട്ട് പോകുന്ന വഴിയില് ഗൂഡല്ലൂർ ഗുണ്ടൽപ്പെട്ട് പോകുന്ന വഴി. നല്ല ഉൾക്കാടാണ്, നല്ല ഫോറസ്റ്റ്, ആനയൊക്കെ ഇറങ്ങുന്ന സ്ഥലമാണ്. ആന കാണും അല്ലേ? അപ്പൊ ആനയൊക്കെ ഞങ്ങളിങ്ങനെ വീഡിയോ ഒക്കെ പിടിച്ചെടുക്കുന്നതാണ്. അടിപൊളി. നല്ല ഇതിന്റെ താഴെ സൈഡ് പുഴയാ. എവിടാ? ഇതിന്റെ ഇങ്ങേ സൈഡ് പുഴയാ. ആ സൈഡ് ആ പുഴയല്ലേ? മൃഗങ്ങളൊക്കെ വെള്ളം കുടിക്കാനൊക്കെ പോകുന്നതായിരിക്കും അവിടെ. സൂപ്പർ കാഴ്ചയാണ്. അടിപൊളി ആന. ആ കുഞ്ഞിന്റെ മേലത്തെ വര കണ്ടോ? എടുത്തെടുത്തു. വലുതുണ്ടല്ലേ? വലിയ കാട്ടുപന്നിയുണ്ട്. എത്ര കുഞ്ഞുങ്ങളുണ്ടല്ലേ? 1 2 3 5 6 7 കുഞ്ഞുങ്ങളുണ്ട്. പിടി പിടിക്കുന്നുണ്ട്. ആ മയില് ഓ മയിലിനെ കാണാൻ പോകും. ആനയുടെ ഒരു മണം വരുന്നുണ്ട്. അടിപൊളി മാൻകൂട്ടത്തെ കണ്ടു. ആടി സൂപ്പർ കണ്ടു. ഇത് ഇങ്ങേ സൈഡിൽ നല്ല ഒത്തിരി മാൻകൂട്ടമുണ്ട്. നല്ല മാൻകൂട്ടം. അടിപൊളി കേട്ടോ. അടിപൊളി. നിർത്തിക്കളിയേ. എന്നാണ് വിശേഷമൊക്കെ ചോദിക്കട്ടെ. കടുവൊക്കെ ചീറി പാഞ്ഞൊരു വരവുണ്ട്. കമ്മിക്കൊണ്ടങ്ങ് പോകില്ല. ആണല്ലേ? ഇത്ര അടുത്ത് ആദ്യമായിട്ട് കാണുന്നു കേട്ടോ മാനയൊക്കെ. ഹായ് മൈലച്ചൻ. വല്ലതും തിന്നാനുണ്ടോ വണ്ടി? ഹായ്, എന്നാണ്ട് വിശേഷം? അവിടെ ഇറങ്ങിയ എന്റെ ദൂരം അറിയാം ഇറങ്ങിയ ചോദിക്കട്ടെ. ആൾക്കാരെ കണ്ടുകണ്ട്. ആണോ? കർണാടക ചെക്ക് പോസ്റ്റ് ആണ്. ചെക്കിങ് ഉണ്ടോളിയ? നമ്മള് ഇവിടുന്ന് വരുന്നുണ്ട്. അവിടുന്ന് അകത്തോട്ട് പോകുന്നു. പോട്ടെ. ഒത്തിരി വണ്ടികളുണ്ടല്ലോ. അക്കോരങ്ങനെ തന്നെ വണ്ടി കയറിക്കുന്നത്. പോട്ടല്ലേ. വണ്ടിക്കകത്ത് സാധനങ്ങളെല്ലാം നോക്കുമല്ലോ. ഹായ് പേ നോക്കുവാന്. മൊബൈലൊന്നും കാണുക പിടിച്ചു പറിച്ചോണ്ട് പോകും. വെൽക്കം ടു കർണാടക സ്റ്റേറ്റ്. കർണാടകത്തിലേക്ക് നമ്മൾ കയറുവാണ്. കർണാടക സ്റ്റേറ്റിലേക്ക് നമ്മൾ കടക്കുകയാണ്. അടിപൊളി. പോട്ടെ. കുറെ പമ്പുകളുണ്ട്. പാണ്ടിമാനെ കണ്ടു. വെൽക്കം ടു അവർ സൂമിൽ കാണിക്കും. കിടക്കോ. അയ്യോ. തമിഴ്നാടായിരുന്നു. ഇനി കർണാടകയിലേക്ക് നമ്മൾ കടന്ന് കയറിയോ. പുലിയുടെ ഒക്കെ ഇത് വെച്ചിട്ടുണ്ട്. നല്ല രസമുണ്ടല്ലേ? അതിന്റെ മുകളിൽ കൂടെ പുലി നിൽക്കുന്നത്. കടുവയും പുലി രണ്ട് സൈഡിലോട്ട് പോവാം. ഫോട്ടോ വയ്ക്കേട്ടെ. ഉണ്ടോ? കാലാവസ്ഥ മാറിയുണ്ടോ? നാഷണൽ ഹൈവേ 67 ചേട്ടനിരിക്കുന്നു. ഫോട്ടോ വയ്ക്കേക്കാം സൈഡിൽ താഴത്തെ. അടിപൊളി.
ഞങ്ങൾ വല്ലതും ഉണ്ടായിരുന്നോന്ന് ചോദിച്ചാൽ അങ്ങനെയെങ്കിലും തപ്പിക്കായിരുന്നു അല്ലേ?